ഇന്ന് റെഡിയാക്കിയെടുക്കുന്നത് ഒരു ഹോം മെയ്ഡ് റസ്കിൻ്റെ റെസിപ്പിയാണ്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ ചായയുടെയും കാപ്പിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റുമാണ്. വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് മന്ന കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. റസ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ ഒരു കേക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്. ഞാൻ പഞ്ചസാര പൊടിച്ചപ്പോൾ ഒരു 4-5 ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഏലക്ക പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. 1 കപ്പ് പാലെന്നുള്ളത് കറക്റ്റ് അളവാണ്. ബാറ്റർ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയോ കറുത്ത മുന്തിരിയോ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടകളിൽ നിന്നൊക്കെ റസ്ക് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് ടിന്നിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ബേക്ക് ചെയ്യുന്ന ടിന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ബേക്കിംഗ് ടിന്നോ റൗണ്ട് ഷേപ്പിലുള്ള ബേക്കിംഗ് ടിന്നോ എടുത്താൽ മതി. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാത്തവർ ഒരു പാത്രത്തിൽ 1 കപ്പ് ഉപ്പിട്ട് കൊടുത്ത് അതിലൊരു സ്റ്റാൻഡും കൂടി ഇറക്കി വെച്ച് അടച്ചു വെച്ച് പാത്രം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്കോ വയർ റാക്കിലേക്കോ മാറ്റാം. എല്ലാ കേക്കിനെയും വെച്ച് നോക്കുമ്പോൾ സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കല്ല, കുറച്ച് ഹാർഡായിട്ടുള്ളൊരു കേക്കായിരിക്കും. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. കേക്ക് ആറിയതിന് ശേഷം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കടയിൽ നിന്നൊക്കെ റസ്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു തിക്നെസ് ഉണ്ടല്ലോ, ആ ഒരു ഇതിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. 1.5 കപ്പ് മൈദ വെച്ചിട്ട് 18 പീസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസസ് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. സ്ക്വയർ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ ഉള്ള പാനിൽ ബേക്ക് ചെയ്തെടുത്തവർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഒരു സൈഡ് ബേക്ക് ചെയ്തെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്നവർ നേരത്തെ കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത പാത്രം 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വശം ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. മറിച്ചിട്ടിട്ട് വീണ്ടും ഒരു 20 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനും ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയത്തിന് മാറ്റം വരുന്നതാണ്. ഇനി ഇത് മറിച്ചിട്ടിട്ട് ഒരു 15 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുക്കാം. റസ്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ബേക്കായി വന്നപ്പോൾ ഏലക്കയുടെയൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റസ്കിൻ്റെ അതേ പെർഫെക്ഷനിൽ തന്നെയാണ് വീട്ടിലുണ്ടാക്കിയപ്പോഴും കിട്ടിയിരിക്കുന്നത്. ഇനി മുതൽ ചായയുടെയും കാപ്പിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് റസ്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട. വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.